ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ര പോച്ചിൻ്റെ എക്സോസ്റ്റ് കൊടുത്തൊരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ഇട്ടായിരുന്നു, ചേട്ടൻ കൊടുക്കണ്ടായിരുന്നു ചേട്ടൻ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ യോഷിമയുടെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തായിരുന്നു നമ്മുടെ വണ്ടിക്കകത്ത്. നമ്മൾ മുമ്പ് അക്ര പോച്ചിൻ്റെ ഫുൾ സിസ്റ്റമാണ് ചെയ്തിരുന്ന, അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വെച്ച് നമ്മുടെ യോഷിമയുടെ എക്സോസ്റ്റ്. ഒറിജിനലാണ്, യോഷിമറ ആൽഫ സീരീസ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ യോഷിമറ വെച്ചപ്പോൾ ഉള്ള നമ്മുടെ വണ്ടിയുടെ ലുക്ക്. പക്ഷേ ഈ എക്സോസ്റ്റ് നമ്മുടെ അക്ര പോച്ചിനേക്കാളും അത്യാവശ്യം നല്ല ലൗഡാണ്, അതിനേക്കാളും നല്ല ലൗഡാണ് യോഷിമുറ. എനിക്കത് ഇത്ര ലൗഡല്ലായിരുന്നു, ഇത് അത്യാവശ്യം നല്ല ലൗഡാണ്. നമ്മുടെ യോഷിമുറ വെച്ചപ്പോൾ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൽ നമ്മൾ സ്ലിപ്പ് ഓണാണ് വെച്ചത്. സ്ലിപ്പ് ഓൺ വെച്ചപ്പോൾ മുമ്പ് ഫുൾ സിസ്റ്റം വെച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ലൗഡ് എനിക്ക് സ്ലിപ്പ് ഓൺ വെച്ചപ്പോൾ തോന്നിയില്ല. പക്ഷേ ഫുൾ സിസ്റ്റം ആക്കിയപ്പോൾ നല്ല ലൗഡാണ്. അക്ര പോച്ചിനേക്കാളും അത്യാവശ്യം നല്ല ലൗഡാണ് യോഷിമുറ. കസ്റ്റം ബെൻഡ് എടുത്ത് ചെയ്തതാണ്. ഇതിൻ്റെ മൗത്ത് മറ്റേ നമ്മുടെ നോർമൽ എക്സോസ്റ്റിൻ്റെ മൗത്ത് പോലെയല്ല, വലിയ മൗത്താണ്. അപ്പം കസ്റ്റം ബെൻഡ് വൈപ്പിൽ മാത്രമേ ഈ എക്സോസ്റ്റ് വയ്ക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ കസ്റ്റം ബെൻഡ് വൈപ്പ് എടുത്ത് ചെയ്തതാണ്. ഈ സെയിം എക്സോസ്റ്റ് ആർസിക്കകത്ത് കേരളത്തിൽ ആരും വച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യോഷിമുറയുടെ ഒറിജിനൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ സെയിം എക്സോസ്റ്റ് യോഷിമുറയുടെ ആൽഫയുടെ ഈ സെയിം എക്സോസ്റ്റ് കേരളത്തിൽ BS4 RC390 ഒരെണ്ണേ ഉള്ളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എൻ്റെ അറിവിൽ ആരുമില്ല, ഇതാരും വെച്ചിട്ടില്ല ഈ എക്സോസ്റ്റൊക്കെ അത്യാവശ്യം വെയിറ്റൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു സൈസ് ഉണ്ടെങ്കിലും, കാരണം അത്യാവശ്യം സൈസ് ഉണ്ട്, പക്ഷേ ഈ ഒരു സൈസ് ഉണ്ടെങ്കിലും എക്സോസ്റ്റൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. അത്രയ്ക്ക് വെയിറ്റ് ഇല്ല. അക്ര പോച്ച് എന്നെക്കാളും ലൈറ്റ് ആയിരുന്നു, അതിനേക്കാളും ഒരു പൊടിക്ക് വെയിറ്റ് ഉണ്ട്. അക്ര പോച്ചിനെ വെച്ച് നോക്കുവാണെങ്കിൽ അല്ലാതെ വെയിറ്റ് ഇല്ല, വെയിറ്റ് കുറവാണ് എക്സോസ്റ്റ്. കുറച്ച് പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ട്. വണ്ടി കഴുകിയിട്ട് 2 ദിവസമായി, അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് മൈൻഡാക്കണ്ട. വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കുമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ യോഷിമുറ വെച്ചതിന് ശേഷമുള്ള വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി. അപ്പോൾ വണ്ടി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയിൽ നിന്ന് എടുത്തില്ലായിരുന്നു, അപ്പോൾ നമുക്ക് കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം വച്ചേക്കാം. സൗണ്ട് എങ്ങനെയാണ് കേൾപ്പിച്ചത്. വണ്ടിയുടെ ഹീറ്റ് നമുക്ക് ഏകദേശം പകുതി കൂടുതലായിട്ടുണ്ട്. ഹീറ്റ് ജസ്റ്റ് ഒന്ന് ത്രോട്ട് കൊടുക്കും. അക്ര പോച്ച് വെച്ചതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ യോഷിമുറയുടെ സൗണ്ട്. അത്യാവശ്യം നല്ല ലൗഡാണ്. അക്ര പോച്ചിനെ വെച്ച് നോക്കണമെങ്കിൽ നല്ല ലൗഡാണ്. ഫുൾ സിസ്റ്റം കൂടെ ചെയ്തേക്കണോണ്ട് നല്ല ലൗഡാണ് എക്സോസ്റ്റ്. പക്ഷേ കൊള്ളാം. അക്ര പോച്ച് കൊടുത്തൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇത് പറഞ്ഞായിരുന്നു, കൊടുക്കണ്ടായിരുന്നു ചേട്ടാ, വേണ്ടായിരുന്നു. ഈ ഇൻസ്റ്റയിലും കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, കൊടുക്കണ്ടായിരുന്നു. അക്ര പോച്ച് കൊടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ യോഷിമുറ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒരു എക്സോസ്റ്റ് ഇങ്ങനെ വന്ന്, അത് കൊടുത്തതിന് ശേഷം പെട്ടെന്നൊരു എക്സോസ്റ്റ് ഇങ്ങനെ വന്ന്, അപ്പോൾ പിന്നെ യോഷിമുറ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇപ്പോൾ യോഷിമുറ എടുത്തത്. ഇതൊരു സൂപ്പർ ബൈക്ക് ഇരുന്നാണ് ഈ എക്സോസ്റ്റ്. അപ്പോൾ ആ പുള്ളിക്കാരൻ പുതിയൊരു എക്സോസ്റ്റ് എടുത്തപ്പം ഈ എക്സോസ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ എടുത്തത് എക്സോസ്റ്റ്.
പിന്നെ നമ്മൾ അക്ര പോയിട്ട് വച്ചിരുന്ന സമയത്തും കുറേ പേര് വന്നിട്ട് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്ന് കമൻ്റൊക്കെ ഇട്ടായിരുന്നു. സ്വാഭാവികമായിട്ടും യോഷുമോടെ ഈ എക്സോസ് വെച്ചപ്പോഴും വന്നിട്ട് പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ആണ് ബ്രോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ബ്രോ പറയണവർ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ വാടകയ്ക്കാണെന്ന് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എക്സോസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ഇതുപോലെ ഏതെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ.